ഹലോ ഡിയേഴ്സ്, നമ്മളിന്ന് ഒരു സ്ലീവ് എംബ്രോയ്ഡറി ഡിസൈൻ ട്രേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇത് വരയ്ക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അത്രയും പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവിന് വേണ്ടിയിട്ടുള്ള ഭാഗമായതുകൊണ്ട് നമ്മൾ ഒരുപാട് പേപ്പർ വേസ്റ്റ് ആക്കേണ്ടല്ലോ എന്ന് കരുതി അത്രയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സ്ലീവിൻ്റെയും ഭാഗത്ത്, അതായത് ലെഫ്റ്റും റൈറ്റും രണ്ട് സ്ലീവിൻ്റെയും ഭാഗത്തായിട്ടാണ് നമ്മളിന്ന് ഈ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുന്നത്. ആദ്യം ഒരു ന്യൂസ് പേപ്പർ കട്ടിക്കിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏത് സ്ലീവാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കുക. അതായത് തുണി ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ റൈറ്റ് ഹാൻഡിൻ്റെയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം അവിടെ ഒരു പോയിൻ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് രണ്ട് സ്ലീവിൻ്റെയും സെൻറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോർഷനിലാണ് നമ്മളിനി ഡിസൈൻ ട്രേസ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു ഫാബ്രിക് നല്ലോണം ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ കാർബൺ പേപ്പർ, വൈറ്റ് കാർബൺ പേപ്പർ, ഡാർക്ക് കളർ ഫാബ്രിക്കിനൊക്കെ നമുക്ക് വൈറ്റ് കളറിലെ കാർബൺ പേപ്പർ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അടുത്ത സ്ലീവിൻ്റെത് സെൻറ്ററിനെ നോക്കിയിട്ട് നമ്മൾ അടിയിലത്തെ സ്ലീവിൻ്റെ സെൻറ്റർ എവിടെയാണോ വരുന്നത് അത് തന്നെ നമ്മൾ മുകളിലത്തെ സ്ലീവും വെച്ച് കൊടുക്കുക. സെൻറ്റർ നോക്കിയിട്ട് തന്നെ വെച്ച് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അടുത്ത കാർബൺ പേപ്പർ ഏറ്റവും ടോപ്പിലായിട്ട് വെച്ച് കൊടുക്കുക. അത് എഴുതിയ വശം മുകളിലായിട്ട് വരണം. നമുക്ക് അടിയിലത്തെ വശമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ മുകളിലായിട്ട് വരേണ്ടത് കേട്ടോ. എഴുതിയ വശം നമുക്ക് കാണുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. പിന്നെ അതിനുശേഷം നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ സെൻറ്റർ നമ്മൾ പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ വരച്ചു കൊടുത്തത്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അവിടെ സെൻറ്ററിൽ തന്നെ വെച്ച് കൊടുക്കുക. ആ ഒരു മാർക്ക് ചെയ്ത വശം ഉണ്ടല്ലോ അവിടെ തന്നെ നമ്മൾ ഈ ഒരു വരച്ച പേപ്പറും വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ 4 സൈഡിലായിട്ട് മുട്ടുസൂചി വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് ഈ ഒരു ഫാബ്രിക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അതിനുശേഷം റൗണ്ട്സ് നമുക്ക് ഫ്ലവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൗണ്ട്സൊക്കെ വരച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ റൗണ്ട്സ് ഉള്ള വശത്തൊക്കെ നമ്മുടെ സ്റ്റെൻസിൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ റൗണ്ട്സ് വരച്ചു കൊടുക്കണം കേട്ടോ. അല്ലാണ്ട് കൈകൊണ്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടി വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് റൗണ്ട് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്റ്റെൻസിൽ അല്ലെങ്കിൽ പ്രോ സർക്കിൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ രണ്ട് സൈഡിലേക്കുള്ള ലീഫുകളും സ്റ്റെംസും കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. പെൻസിൽ വെച്ചിട്ട് തന്നെ വരച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അധികം ഇങ്ങനെ ഷാർപ്പായിട്ടുള്ള പെൻസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന പേപ്പർ കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഫ്ലാറ്റായിട്ട് വെച്ചിട്ട് വേണം നിങ്ങൾ പെൻസിൽ എടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് റൗണ്ട്സൊക്കെ എവിടെയൊക്കെയാണോ വരുന്നത് ആ റൗണ്ട്സ് ഉള്ള വശങ്ങളിലെല്ലാം നമ്മൾ ഇതേപോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം പിന്നെ സ്റ്റെംസും ലീഫുകളും എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വരച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് അതിനകത്ത് കുറച്ച് ഡോട്ട്സ് ഉള്ള വശങ്ങളിലൊക്കെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ഡിസൈൻ വരയ്ക്കുന്ന സമയത്ത്. അപ്പോൾ അതും നമ്മൾ ഇതിനകത്ത് തന്നെ വരച്ചു കൊടുക്കണം കേട്ടോ. ചെറിയ ചെറിയ ഡോട്ട്സ് ആയിട്ട് തന്നെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് മിറർ വർക്കുകൾ ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബീഡ്സുകൾ, ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള പാർട്ടി വെയർ സ്ലീവ് ഡിസൈൻ തന്നെയാട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നമുക്ക് ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ ഈ ഒരു ഡിസൈൻ്റെ അകത്ത് തന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് ഗ്യാപ്പുള്ള വശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെയൊക്കെ മിറർ വർക്ക് അല്ലെങ്കിൽ സീക്വൻസ് വർക്കുകൾ, ബീഡ്സ് കൊണ്ടുള്ള വർക്കുകൾ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മളുടെ ഐഡിയ അനുസരിച്ചിരിക്കും ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ മിററും അതുപോലെ തന്നെ ബീഡ്സുകളും സീക്വൻസും എല്ലാം കൂടെ ഉള്ള ഒരു വർക്കായിരിക്കും, പാർട്ടി വെയർ ആയിട്ട് തന്നെയായിരിക്കും നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഞാനിതെല്ലാം വരച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ആ മുട്ടുസൂചിയൊക്കെ 4 സൈഡിൽ നിന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പം മാറ്റി കൊടുത്തതിന് ശേഷം ഏറ്റവും ടോപ്പിലുള്ള നമ്മുടെ ഓയിൽ പേപ്പർ മാറ്റി വെച്ച് കൊടുക്കുക. അതിന് ശേഷം കാർബൺ പേപ്പർ മാറ്റുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഡിസൈൻ നമുക്ക് ട്രേസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് രണ്ട് സ്ലീവും ഒരേപോലെ ട്രേസ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസൈനൊക്കെ ചേഞ്ചസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് 2 സ്ലീവും ഒരേപോലെ കിട്ടും. 2 സ്ലീവിനും നമുക്ക് ഒരേ ഡിസൈൻ തന്നെ വരികയും ചെയ്യും. കറക്റ്റ് സെൻറ്ററിലായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ സ്ലീവൊക്കെ വരയ്ക്കുന്നവരോ അല്ലെന്നുണ്ടെങ്കിൽ ഡിസൈൻസൊക്കെ വരയ്ക്കണമെന്നുണ്ടോ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഒരേപോലെ എല്ലാ ഡിസൈൻസും നമുക്ക് ഒരേപോലെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇനി ഇത് ബീഡ്സ് വർക്കൊക്കെ വെച്ചിട്ട് നമ്മൾ ഫ്രെയിമിലൊക്കെ വെച്ച് നമ്മൾ വർക്ക് ചെയ്ത് അരി വർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നോർമൽ നീഡിൽ ചെയ്യാൻ അറിയാവുന്നവർക്ക് നോർമൽ നീഡിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കൂടുതലും അരി വർക്കിലായിരിക്കും നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും കരുതുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്